ജീവിതം അങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ സൂഫി തൊട്ടത് കാരുണ്യം കൊണ്ടാണ്, സൂഫി കണ്ടത് കാരുണ്യം കൊണ്ടാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ ആ പരിസരത്തെ മുഴുക്കെ വീക്ഷിച്ചത് മുഴുവൻ കാരുണ്യം കൊണ്ടാണ്. ഞാൻ ഇനിയും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊരു ചർവണമാകുമോ എന്ന് ഭയന്നിട്ട് പറയട്ടെ. ആ സൂഫി ജീവിതത്തിന്റെ മുഴുവൻ വഴിയിലും നിറഞ്ഞു നിന്നത് ഈ പറയപ്പെടുന്ന കാരുണ്യാണ്. ഉറുമ്പിന് പൊടിച്ചിട്ട് ബിസ്ക്കറ്റുകൾ കൊടുത്തിരുന്ന ഉസ്താദിൽ നിന്ന്, പൂച്ചക്ക് മീൻ കൊടുത്ത ഉസ്താദിൽ നിന്ന് നേരെ അങ്ങ് പോയാൽ നായ തന്റെ കുഞ്ഞുങ്ങളെ തേടി അലയുന്നതിന്റെ മുമ്പിൽ വലിയ മഹാദൗത്യവുമായി 10,000 അനുയായികളുമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോ നിർത്തൂ, ആ നായക്ക് ആ കുഞ്ഞുങ്ങളെ തേടിപ്പിടിച്ച് സമാധാനത്തോടെ ഇരിക്കാനുള്ള സാവകാശം കൊടുത്തിട്ട് മതി നമ്മുടെ മുന്നേറ്റം എന്ന് പറഞ്ഞ സൂഫി ജീവിതത്തിന്റെ നേതൃത്വമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ റഹ്മത്താണ്. മാർട്ടിൻ ലിങ്സ് അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന പുസ്തകം എഴുതുമ്പോൾ അതിന്റെ മുഖവുരയിൽ തന്നെ പറഞ്ഞു, എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യം, മദീനയിൽ നിന്ന് 10,000-ഓളം വരുന്ന അനുയായികളുമായി ആ അശ്വപ്പട അതെങ്ങനെ നടന്ന് ആ മണൽക്കൂട്ടങ്ങളെ മുഴുവൻ കൊടുങ്കാറ്റായി വരുമ്പോ ഒരു നായ, ഒരമ്മ അതിന്റെ കുഞ്ഞുങ്ങളെ തേടാനുള്ള വേവലാതിയിൽ ഓടുന്നത് കണ്ടു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അഷ്റഫുൽ ഖൽഖ് ചെയ്തു, ആ സംഘാംഗങ്ങളെ മുഴുവൻ അവിടെ നിർത്തിയിട്ടൊരു സഹാബിയോട് പറഞ്ഞു, ആ നായക്ക് അതിന്റെ കുഞ്ഞുങ്ങളെ തേടാനുള്ള സാവകാശം കൊടുക്കണം, എന്നിട്ട് മതി നമ്മുടെ മുന്നേറ്റം, എന്നിട്ട് മതി. അവിടെയാണ് ഒരമ്മയ്ക്ക്, ഒരു മാതാവിന് സാവകാശം നൽകണേ എന്ന് പറയുന്ന കാരുണ്യമാണ് സൂഫിയുടെ ജീവിതത്തിന്റെ ധന്യതയായി നമ്മൾ ഇവിടെയെല്ലാം കണ്ടത്. ആ രീതിയിൽ 864 പേജുള്ള ഈ പുസ്തകം മലയാളത്തിന്റെ സുഹൃതമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിയന്തനായ മോയിൻ മലയം മഹുദവി, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു ഖൽദൂന്റെ ചരിത്ര നിയോഗം പോലെ അദ്ദേഹം ചെയ്തു വെച്ച ഏറ്റവും വലിയ സംഭാവനയാണ് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ കേന്ദ്രീകരിച്ചു നിർത്തിയിട്ട് ഈ മലയാളക്കര എങ്ങനെ നടന്നു വന്നു എന്ന്, ഇസ്ലാമിക തസവുഫിന്റെ മനോഹരമായ വഴികൾ എങ്ങനെ വന്നു എന്ന് മനോഹരമായി പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ തസവുഫിന്റെ സ്വഭാവം തന്നെ അതാണ്. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്ന ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഹഖ്ഖുൻ അലാ കുല്ലി മൻ ഫഹിമ അനില്ലാഹി തആല അൻ യുലാസിമ അസ്സുദ്ഖ ഫിൽ അഖ്വാൽ വൽ ഇഖ്ലാസ ഫിൽ അഅമാൽ വസ്സഫാഅ ഫിൽ അഹ്വാൽ ഫമൻ കാന കദാലിക ലഹിഖ ബിൽ അബ്റാർ വവസല ഇലാ റിളാഇൽ ഗഫാർ. ഒരു സംഗീതം പോലെ നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു വചനം. ഹഖ്ഖുൻ അലാ കുല്ലി മൻ ഫഹിം അനില്ലാഹി തആല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയുമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് നിർബന്ധമാണ് യുലാസിമ സുദ്ഖ, സുദ്ഖിനെ മുറുകെ പിടിക്കുക എന്നത് പ്രധാനമാണ്. എന്താ ഈ സുദ്ഖ്? ജീവിതത്തിന്റെ ആപാദ ചൂടം സുദ്ഖുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ വരണമെന്ന് കൃത്യമായി മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് മനസ്സിലാക്കി തരുമ്പോ അവിടെ മഹാനായ ഉസ്താദ് വളരെ കൃത്യമായ ഒരു ചേരുവയിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. നിശബ്ദമായി ആ ചേരുവ കൃത്യമായി നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ സുദ്ഖിന്റെ പാരമ്പര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന ബോധ്യം നമ്മളെ കൃത്യമായി മനസ്സിലാക്കി തരുന്നു. ഒരാൾ ആരിഫാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിക്ർ ചൊല്ലുക എന്നൊന്നും മാത്രമല്ല, ആപാദ ചൂടം സ്വാദിഖാവുക. ഞാൻ വേറെന്തോ ആയിട്ട് ഞാൻ കുറെ നേരം ദിക്ർ ചൊല്ലുമ്പോ സുദ്ഖുണ്ടാകുന്നില്ല, മറിച്ച് വന്ന പാരമ്പര്യത്തിന്റെ തറവാട്ടു മഹിമയിൽ തന്നെ നിന്ന് അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തി
തന്റെ ജീവിതത്തിന്റെ ആപാദ ചൂടം മഹാനായ ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സത്യസന്ധതയാണ്. ആ സത്യസന്ധതയെ ആ ജീവിതത്തിൽ ഒരിക്കലും സംശയിക്കേണ്ടി വരാത്ത വിധം മഹാനായ ഉസ്താദ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരുന്നില്ല. അതാണ് പോയിന്ന് വരും, കരഞ്ഞുന്ന് വരും, ദിക്റ് ചൊല്ലിന്ന് വരും, വലിയ ദുആ ചെയ്തെന്ന് വരും. പക്ഷെ എല്ലാ അവസ്ഥയിലും ഒരു സുഫിയായി ജീവിക്കുക എന്നതാണ് പ്രധാനം. യാത്രകളിൽ മനുഷ്യജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായി അങ്ങനത്തെ സൂഫിയാണ് അബ്റാറുകളിലേക്ക് ചേരുന്നയാൾ, മഹാന്മാരായ മുൻഗാമികളിലേക്ക് ചേരുന്നയാൾ. നമ്മുടെ മുൻഗാമികളുടെ ആ മനോഹരമായ ഓർമ്മ പദങ്ങളിലേക്ക് നാം ഒരാളെ കൂടി ചേർത്ത് വെച്ച് പറയാം. അത് മഹാനായ അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ എന്ന വലിയ പേരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാം പൊറുക്കുന്ന പടച്ച റബ്ബിന്റെ റിളായിലേക്ക് ചേരാൻ കഴിയുന്നത് ഈ വലിയ മനുഷ്യർക്കാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, അയ്യു ജുലസാഇന ഖൈർ, ആരോട് കൂടെയാണ് ഞങ്ങൾ ഇരിക്കേണ്ടത് നബിയെ? അപ്പൊ പറഞ്ഞു, മൻ ദക്കറക്കും ബില്ലാഹി റുയതു, കണ്ട മാത്രയിൽ തന്നെ നിന്റെ മനസ്സിലേക്ക് അല്ലാഹു ഓടി വരും. കണ്ട മാത്രയിൽ കാണുന്നത് പ്രധാനം. മഹാനായ മഹ്മൂദ് ഗസ്നവി വലിയ പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. അദ്ദേഹം അബുൽ ഹസൻ അൽ ഖർഖാവി എന്ന പ്രഗത്ഭനായ പണ്ഡിതനെ സൂഫിയെ കണ്ട് ചോദിച്ചു, എന്താണ് ഈ അബൂ യസീദ് അൽ ബുസ്താമി തങ്ങൾക്ക് ഇത്ര വലിയ പ്രത്യേകത? അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്തേ ആ പ്രത്യേകത? അപ്പോ അബുൽ ഹസൻ അൽ ഖർഖാവി തങ്ങൾ പറഞ്ഞു, അതിന്റെ പ്രത്യേകതയുടെ കാരണം അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരാൾ ചെന്നിരുന്നാൽ അപ്പോഴേ അയാൾക്ക് ഹിദായത്ത് ലഭ്യവും. ഓ, അതന്നെയല്ലേ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കൽ കുറച്ചു നേരം ഇരിക്കുമ്പോ മദീന പുനരാവിഷ്കരിക്കപ്പെടല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെയാണോ പരിശുദ്ധ റസൂലിന്റെ ഇത്തിബായിലേക്ക് എത്തിയത്, അതുപോലെ നമ്മൾ അറിയാതെ പോകും. അള്ളാഹു ആ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, ദറജ ഉയർത്തട്ടെ, വലിയ ദറജകളിലേക്ക് വന്ദ്യരായ ഉസ്താദിന്റെ കറാമാത്തുകൾ പോകട്ടെ. ശരിക്കും അബുൽ ഹസൻ ഖർഖാവി തങ്ങൾ പറഞ്ഞു, അബൂ യസീദ് അൽ ബിസ്താമിയുടെ പ്രത്യേകത അതാണ്. അപ്പോ മഹാനായ മഹ്മൂദ് ഗസ്നവി ചോദിച്ചു, അങ്ങനെയെങ്കിൽ അബൂജഹൽ മുസ്ലിം ആവണ്ടേ? അഷ്റഫുൽ ഖൽഖിനെ കണ്ട ആളല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ രസം. അപ്പോഴാ പറഞ്ഞത്, മാ റആ മുഹമ്മദർ റസൂലല്ലാഹ്, അദ്ദേഹം മുഹമ്മദ് റസൂലിനെ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിൻ റആ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി യതീമ അബീ ത്വാലിബ്, അദ്ദേഹം കണ്ടത് അബൂ താലിബിന്റെ യതീമായി വളർന്ന അങ്ങനെ ആ അർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദില്ലയെ മാത്രമാണ്. അല്ലാതെ റസൂലുള്ളയെ കാണണം എന്നത് വലിയ പ്രത്യേകതയാണ്. സൂഫിയെ കാണണം, സൂഫിയുടെ ജീവിതത്തിന്റെ ധന്യതയിലേക്ക് ചേരണം, അപ്പോഴാ പ്രധാനം. അങ്ങനെ വരുമ്പോഴാണ് ആ ആള് കണ്ട മാത്രയിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ഓർമ്മയെ അങ്ങ് പ്രകാശിപ്പിക്കാനും പ്രസരിപ്പിക്കാനും കഴിയുന്ന ആളാകും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതിയ എത്ര ആളുകൾ മൈക്കിളച്ചാട്ട് ഒന്നാമത് എഴുതി മുഹമ്മദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി may surprise my readers and may be questioned by others, but he was the only man in history who was supremely successful on both religious and secular levels. രണ്ടു രംഗത്തും ജയിച്ച ഒറ്റയാളെ ഞാൻ കാണുന്നുള്ളൂ ഈ ഭൂമിയിൽ കാലുവച്ചു നടന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ who was supremely successful. അങ്ങനെ ജയിച്ച ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് എഴുതിയതെന്ന് പറഞ്ഞ മൈക്കിൾ വെച്ചാൽ അങ്ങനെ എത്രയോ ആളുകൾ. പക്ഷേ ആ കണ്ടതല്ല കാഴ്ച എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വാക്കാണ്. അത് അബൂജഹൽ കണ്ട പോലെയാണെങ്കിൽ അത് ഭൗതിക കാഴ്ചയാണ്. മറിച്ച് മൻ ദക്കറക്കും ബില്ലാഹി റുയതു, ആ മനുഷ്യനെ കണ്ടാലെന്ന് ഹൃദയത്തിലേക്ക് അല്ലാഹ് വരണം. വസാദ ഫീ ഇൽമിക്കും മന്ദിഖു, നിങ്ങളുടെ ജ്ഞാനവൈഭവങ്ങളിലേക്ക് പുതിയ ആ ഒരു പൊരുളിന്റെ അരുൾ, പൊരുളുള്ള ഒരു അരുൾ, ആ അരുള് കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനത്തിന്റെ പുതിയ പ്രഭാതം വിടരണം. വദക്കറക്കും ബിൽആഖിറതി അമലു, അമല് കണ്ടാൽ ആഖിറം ഓർക്കണം. ഒന്ന് ചലിക്കുമ്പോ അല്ലാഹ്, ഇരുന്നു മാറുമ്പോ അല്ലാഹ്, എപ്പോ നോക്കുമ്പോഴും അല്ലാഹ്. ആ കൃഷഗാത്രം, ആ ശരീരത്തിന്റെ സൂക്ഷ്മാണുവിൽ പോലും നിലനിന്ന പദപ്രയോഗം അല്ലാഹ് എന്ന് തന്നെയായിരുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. ആ ഓർമ്മകൾ പെയ്യുന്ന ഈ മനോഹരമായ ദിനം, ഈ പുസ്തകത്തെ
ഞാൻ അതിന്റെ പരിമിതമായ ചുറ്റുവട്ടത്തിൽ നിന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശുദ്ധമായ മാതൃകകൾ നിത്യജീവിതത്തോട് ചേർത്ത് വെച്ച ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ബൃഹത്തായ ജീവചരിത്രം വളരെ സുന്ദരമായി മലയാളക്കരയ്ക്ക് സമർപ്പിച്ച പ്രിയ എഴുത്തുകാരൻ ഡോക്ടർ മൊഹീനുദ്ദവി മലയമ്മ അവർക്ക് ഈ വേദിയിൽ ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ഫതുഹുൽ ഫത്താഹിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അത് നൽകുന്നതിനു വേണ്ടിയും ബഹുമാനപ്പെട്ട മൊഹീനുദ്ദവി മലയമ്മയെ അത് സ്വീകരിക്കുന്നതിനു വേണ്ടിയും സാദരം സവിനയം ക്ഷണിക്കുന്നു. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ശ്രോതാവിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ആദർശത്തെ ചാരുതയോടെ കുരുത്തുവച്ച കൈരളിയുടെ ആദർശവേദികളെ പ്രൗഢോജ്ജലവാഗ്നി SYSന്റെ സംസ്ഥാന പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിൽ ഒരു ഉപസംഹാര SYSന്റെ സംസ്ഥാന സഹകാര്യദർശി ബഹുമാനനായ അമീദ് വൈസി അമ്പലക്കടവ് സദസ്സിനെ കുറഞ്ഞ വാക്കുകളിൽ ആശംസ അറിയിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിൻ ബിറഹ്മ. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് കാളി സയ്യിദ് നാസർ ഹയ്യ തങ്ങൾ, മറ്റ് ആദരണീയരായ വിശിഷ്ടാതിഥികളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, പ്രോഗ്രാമിൽ നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ഒരു കാരണവശാലും എത്തിപ്പെടാൻ സാധിക്കാതെ പോയി. എന്നാൽ ഈ ഉറൂസ് നടക്കുന്ന ദിവസങ്ങളിൽ എന്തായാലും ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേർന്നതാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവിടെ ഒന്ന് കയറി ഇറങ്ങാമെന്ന സന്തോഷത്തിൽ വന്നു നോക്കുമ്പോൾ നല്ലൊരു ചടങ്ങാണ്. എന്തായിരുന്നാലും തബറുക്ക് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. സ്പർശനം, മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഒത്തുകൂടൽ, അവരുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും പങ്കെടുക്കൽ ഒക്കെ ബറക്കത്താണ്. ആ ബറക്കത്ത് ഇതിൽ സംബന്ധിച്ചത് കൊണ്ട് ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നരായ ഉസ്താദിൻ്റെ ദറജ അള്ളാഹ് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും പാണക്കാട് കുടുംബത്തെയും വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ഉസ്താദ് ഇഷ്ടപ്പെടുന്ന പോലെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആദരണീയരായ നമ്മുടെ സയ്യിദുമാർക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാനൊരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ അവസാനത്തിൽ ഒരു ഉപസംഹാര ഭാഷണം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യനായ ഫതുഹുൽ ഫത്താഹിന്റെ പ്രസിഡന്റ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനരായ പണ്ഡിത ശ്രേഷ്ഠരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 4 ദിവസം വളരെ സജീവമായി ഈ ഒരു ഉറൂസ് മുബാറക്ക് അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരുപാട് ആളുകൾ ഉസ്താദിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ എല്ലാം മറന്നുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി ഇതിൻ്റെ പ്രചരണവും
ഇത് മറ്റ് സംവിധാനങ്ങൾ സംവിധാനിക്കുന്നതിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുകയും മറ്റു സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇതിനെ വിജയത്തിലേക്ക് എത്തിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലായി ജനങ്ങളുടെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ഹൗസ് മാറിയിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അത്യാത്മതയിലേക്കും ആത്മീയതയിലേക്കും ആളുകൾ ആകർഷിക്കുന്നു എന്നുള്ളത്. ഈ ഭൗതിക അതിപ്രസരത്തിനിടയിൽ സമാധാനവും സന്തോഷവും കൈക്കൊള്ളുന്നതിന് വേണ്ടി ഉസ്താദ് ഉയർത്തിപ്പിടിച്ച ആധ്യാത്മിക മേഖലയെ, ദിക്റിൻ്റെ മേഖലയെ അതിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതിൽ കൂടുതൽ ജീവിതത്തിൽ സന്തോഷം നുകരാനും അവർക്ക് സാധ്യമാവുന്നു എന്നുള്ള ഒരു വലിയ തോന്നൽ തന്നെയാണ് ഇത്തരം ചടങ്ങുകൾ എന്ന് വിജയിക്കുന്നത്. ഇവിടെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഈ ഒരു സംഗമത്തിൻ്റെ പരിപൂർണാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിൽ എന്താണോ നാം ഉദ്ദേശിച്ചത് അതിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തുകയുണ്ടായി. മാത്രമല്ല നമ്മുടെ ഡോക്ടർ മൊയിൻ മലയമ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശബ്ദമായി ഏകദേശം 30-ലധികം പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ പല താളുകളിലേക്കും നമ്മെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ച പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പ്രതിഭയുടെ പുസ്തകം ഈ ഒരു ഉസ്താദിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം തന്നെ അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയ മേഖലകളെ മുഴുവനും പരാമർശിച്ചുകൊണ്ട് ഒരു വലിയ ഒരു വിഭവമാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടി മുന്നോട്ട് വന്ന മലയമ്മയെ പ്രത്യേകം ഫത്തുൽ ഫത്താഹിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇനിയും ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും നൽകാൻ കേരളത്തിൽ സമ്മാനിക്കാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബഹുമാനായ നാസർ ഹയ്യ ശിഹാബ് തങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെ പ്രാർത്ഥന നടത്തും. നമുക്ക് ഈ ഫത്തുൽ ഫത്താഹിന് വേണ്ടി ഒരുപാട് ഈ സ്ഥാപനം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ കച്ചവടത്തിലും ജോലിയിലും അല്ലാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് ഇവിടെ ജീവിച്ചത് ഇഖാമത്ത് ദീനിന് വേണ്ടിയാണ്. ദീൻ നിലനിൽക്കുന്നതിന് വേണ്ടി ഇവിടെ അവർ നടത്തിയത് പ്രവാചക തുല്യമായ ഒരു ജീവിതമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ CK ഹംസാജിയെയും അതുപോലെ പല്ലാറ് അതുപോലുള്ള നമ്മുടെ നേതാക്കന്മാരെ നമ്മുടെ സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ആതിഥേയരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു വിഷയമല്ല എന്നുള്ളത് അവർക്കൊക്കെ തിരിച്ചറിയും. ഇവിടെ ബഹുമാനപ്പെട്ട അമീദ് ഫൈസി അവരുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്താൽ കേരളം കണ്ട ഇവിടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഇവിടെ വന്നു. ഇന്നലെ രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഇന്നൊരു പരിപാടി പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ 12 മണിക്ക് എത്താൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞത് അദ്ദേഹത്തിനൊരു അറിയിക്കാൻ അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു അതിൻ്റെ പരിപാടി എപ്പോഴാണെന്ന് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കേരളം മുഴുവനും കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവനും ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുണ്ട്. എന്തായാലും ഒരു വലിയ സന്തോഷത്തോടെ നമ്മൾ ഇവിടെ ഇതിന് സമാപനം കുറിക്കുകയാണ്. ഇതിനു വേണ്ടി ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വളരെ വിപുലമായ രീതിയിൽ ഉസ്താദിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് നല്ല പരിപാടികൾ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫത്തുൽ ഫത്താഹിൻ്റെ വരുന്ന എല്ലാ പദ്ധതികളിലും നിങ്ങൾ അതിൻ്റെ ഭാഗമായി മാറണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ വേദിയിൽ സമാപന ദുആ സദസ്സിന് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ബഹുമാനായ ഉസ്താദിന്റെ സന്തത സഹചാരിയായി നടന്ന ബഹുമാനായ സുലൈമാൻ ലത്തീഫി ഉസ്താദ്
അല്പം വാക്കുകൾ നമുക്ക് മുമ്പിൽ വെക്കുന്നു. അദ്ദേഹത്തെ സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹി വ ബഅദ്. ഞാൻ പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയല്ല എന്നത്. നമ്മുടെ നോട്ടീസിൻ്റെ അവസാനത്തിൽ ഖത്മുൽ ഖുർആൻ അതിൻ്റെ ശേഷം ദുആഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം അറിയിക്കാനാണ്. അൽഹംദുലില്ലാ, നമ്മൾ വളരെ സന്തോഷത്തിൽ സമാപനത്തിലേക്ക് പോവുകയാണ്. ഒരു കാര്യത്തിൻ്റെ സമാപനം വളരെ പ്രധാനമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് കോഴിക്കോട് ഖാദി ബഹുമാനപ്പെട്ടവരവറുകളാണ്. ഞാൻ ആദരവുകൊണ്ട് പേര് പറയുന്നില്ല. അവരാണ് ദ്വാരക്കാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ഇവിടെ ഉണ്ട്. ഈ പരിപാടി സമാപിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട വായുസ്താദ് ഓർമ്മിപ്പിച്ചതുപോലെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 13, 14, 15 തീയതികളിൽ, അടുത്ത വെള്ളി, ശനി, ഞായർ തീയതികളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖനയുടെ ആണ്ട്, അവിടുത്തെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളുടെ, അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളുടെ, കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുല്ലാഹു സറാറും അവരുടെയൊക്കെ ആണ്ട് നേർച്ച സാധാരണ നടക്കുന്നത് പോലെ അവിടെ നടക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം. പിന്നെ പ്രത്യേകിച്ച് സിംസാർ ഹക്ക് ഉസ്താദിന് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അത് അറിയിച്ചിരുന്നു. കുറേ ആളുകൾ അതിൻ്റെ ഒരു ഡേറ്റ് പെട്ടെന്ന് മാറി ഒന്ന് അനൗൺസ് ചെയ്തപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച സമാപന പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ടവർ അവിടെ നടത്തുന്നത്. വെള്ളിയാഴ്ച ഒരു പ്രാവശ്യം ഇവിടെ അറിയാതെ പറഞ്ഞു പോയപ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിച്ച് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞായറാഴ്ചയാണ് സമാപനം. ഇൻഷാ അല്ലാഹ് അസ്റോടുകൂടി സമാപിക്കും. എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖത്മുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഷെയ്ഖുനയുടെ വഫാത്തിൻ്റെ അസമയം മുതൽക്ക് അതിൻ്റെ ഖത്മുകൾ ഇഖ്വാനികൾ ഓതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മൾ അന്നും 3-ൻ്റെ അന്നും 7-ൻ്റെ അന്നും 14-ൻ്റെ അന്നും 40-ൻ്റെ അന്നുമൊക്കെ ആ ഖത്മുകൾ ദുആ ചെയ്തു. ശേഷവും ഷെയ്ഖുനോടുള്ള വല്ലാത്ത നിർത്താൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹം കൊണ്ട് നമ്മുടെ ഇഖ്വാനികൾ ഖത്മുകൾ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ പ്രമുഖമായ ഒരു സയ്യിദ് കുടുംബം ഇന്ന് രാവിലെയും എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി, എൻ്റെ കുടുംബം 10 ഖത്മ് ഇതോടുകൂടി തീർന്നു. ഷെയ്ഖുനയുടെ ഹദറത്തിൽ വെച്ച് ദ്വാരക്കുമ്പോൾ എന്നെ ഉൾപ്പെടുത്തണം, കുടുംബത്തെ ഉൾപ്പെടുത്തണം. വേറെ ഒരാൾ ഗൾഫിൽ നിന്ന് അറിയിച്ചു 2 ഖത്മ് തീർന്നിട്ടുണ്ട്. വേറെ ആൾ അറിയിച്ചു. ഇങ്ങനെ ഒരുപാട് ഞാൻ എണ്ണി പറഞ്ഞ് അതിൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല എന്നാണ്. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകയാൽ ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ ദുആ അവരൊക്കെ ഓതിയത് നമ്മളോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കാര്യം കൂടി ആ കൂട്ടത്തിൽ ഓർമ്മയുള്ളത്, നമ്മളൊക്കെ ഖത്മ് ഓതാതിരിക്കാൻ സമയമില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാതെ ഉറങ്ങുന്നൊരു സിസ്റ്റം നമുക്കുണ്ടാവരുത്. അത് ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമുണ്ടാകും. രാത്രിയിൽ കിടക്കുമ്പോഴായിക്കോട്ടെ, എന്നാലും ആ രാത്രി നമുക്ക് ഒരുപാടുണ്ടായിരിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങൾക്ക് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ തിരുചാരം ചേർന്ന് അവരുടെ പിന്നിലായി നടന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചാരത്തെത്തി അവിടുത്തെ ജിവാറിൽ സംഗമിക്കാൻ അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ. ഈ മഹാസ്ഥാപനത്തെയും ഗ്രേസ് വാലിയെയും ഒക്കെ അതുപോലെ ഷെയ്ഖുനയുടെ എല്ലാ സംരംഭങ്ങളെയും നെഞ്ചിലേറ്റി നടക്കുന്ന എല്ലാവരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധർമ്മത്തിന്റെ ആഴികളിൽ കരകാണാതലയുന്ന മനുഷ്യക്കോലങ്ങളെ കറാമത്തിന്റെ കരൾ സ്പർശം കൊണ്ടും അർത്ഥഗർഭമായ ഉപദേശങ്ങൾ കൊണ്ടും നന്മയുടെ പട്ടുമരങ്ങളായി നട്ടുവളർത്തിയ കാലം കണ്ട കൗതുക പ്രതിഭ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ഉറൂസ് മുബാറക് സമാപനം കുറിക്കുകയാണ്. സമാപന വേദിയിൽ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് കോഴിക്കോട്ടെ ജനപദങ്ങൾക്ക് ധാർമ്മിക നേതൃത്വം നൽകിയ കോഴിക്കോട് ഖാദി പരമ്പരയിലെ ആധുനിക കണ്ണി സയ്യിദ് നാസർ ഹയ്യി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്നു. സവിനയം സാദരം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحابه سيدنا مولانا محمد وبارك وسلم عليه. അഭിനന്ദനായ ഈ ഫത്തുൽ അധ്യക്ഷൻ മുനവ്വർ ശിഹാബ് തങ്ങൾ, ഷെയ്ഖ് ഖാദി മുൽത്താനിയ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കൾ, സഹോദരന്മാർ, ഒരു വലിയ ആത്മീയമായ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ അത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ഉറൂസിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെയും വിളിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും പല വിധങ്ങളായ ഉദ്ദേശങ്ങളുണ്ടായിരിക്കും. എല്ലാവരും എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിൽ വിചാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ മശായിഖന്മാർ, പ്രത്യേകിച്ച് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഹക്ക് ജാഹ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആദ്യം ഒരു ഫാത്തിഹ ഓതി ഒരു 11 പ്രാവശ്യം ഇസ്തിഗ്ഫാറും ഒരു 11 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു തഹ്ലീലും യാ ഹയ്യു യാ ഖയ്യൂം എന്ന 11 പ്രാവശ്യം ഒരു 10 സലാത്തും. കൂടുതൽ സമയമില്ല, അത് ചൊല്ലിയിട്ടാണ് ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒപ്പം ചൊല്ലുക. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أستغفر الله العظيم. 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 لا إله إلا الله. 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 يا حي يا قيوم. 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 صلى الله على محمد صلى الله عليه وسلم. 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 صلى الله على محمد صلى الله عليه وسلم.
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله وجلاله وكماله وصلوا عليه وآله وأصحابه وسلموا تسليما كثيرا كثيرا صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما حللناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا وحبيبنا وهادينا ومعشوقنا مصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية وابعثه مقاما محمودا الذي وعدته اللهم ارزقنا وارزق أهلنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود والشنا غدا تحت ظل لوائه المعقود وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أزواجه الطاهرات أمهات المؤمنين وإلى أرواح ساداتنا أصحاب البدريين والوحديين جميع الصحابة والقرابة كلهم أجمعين وإلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين
خاصة إلى حضرة قطب الأقطاب غوث الأعظم سلطان محي الدين عبد القادر الجيلاني قدس الله سره اللذيذ، وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره اللذيذ، وإلى حضرة سلطان الهند خواجة معين الدين الجسير أجميري قدس الله سره اللذيذ، وإلى حضرة السيد عبد القادر عيسى قدس الله سره اللذيذ، وإلى حضرة أتبة محي الدين قطب مسليار قدس الله سره اللذيذ، وإلى أرواح مشايخنا ومشايخ مشايخنا كلهم أجمعين. اللهم بجائهم وبشرفهم وبكراماتهم يسر عسيرنا وسهل أمورنا وفرج كروبنا واشف أمراضنا وأد ديوننا وبلغ آمالنا ودفع بلياتنا. اللهم بارك لنا فيما أعطيتنا، اللهم بارك لنا في تعلمنا وتعليمنا وتدريسنا، اللهم بارك لنا في أموالنا وفي أزواجنا وفي أولادنا، اللهم بارك لنا فيما أعطيتنا يا رب العالمين بركة تامة دائمة كما باركت على عبادك الصالحين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اجعلنا من الذاكرين وأحينا من الذاكرين واشرنا غدا في زمرة الذاكرين بحق سيد الذاكرين. اللهم ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. اللهم بجاه نبيك المصطفى ورسولك المرتضى طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك، وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام. അർഹമ റഹീമീനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ റഹ്മാനെ. മഹാനായ അത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ സദുദ്ദേശവും നീ സഫലമാക്കണേ റഹ്മാനെ. ഈ പരിപാടിയിൽ ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ സദുദ്ദേശവും എല്ലാ ഉദ്ദേശവും അറിയുന്ന നാഥ, എല്ലാവരുടെയും എല്ലാ സദുദ്ദേശവും ഞങ്ങളുടെ മശായിഖന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നമ്മുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, നമ്മുടെ മശായിഖന്മാർ എല്ലാവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. റഹ്മാനും വഹീമുമായ നാഥ, ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നുണ്ട് റബ്ബേ, അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റഹ്മാനെ. റഹ്മാനും വഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നു. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സഹോദര സഹോദരിമാർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ശാരീരികവും മാനസികവും റുഹാനിയും ജിസ്മാനിയും ശൈത്താനിയും ഹിസ്സിയും ഐനവിയുമായ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അത്തരം രോഗങ്ങളുടെ അണുക്കൾ, വൈറസുകൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ നീ അതിനെ നിഷ്ഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ മശായിഖന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് വലയുന്നവരുണ്ട്, ആ കടം വീട്ടാനുള്ള വക നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട് റബ്ബേ, അവർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. റഹ്മാനും വഹീമുമായ നാഥ, ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, എല്ലാവരുടെയും വിഷമങ്ങൾ നീ തീർക്കണേ റഹ്മാനെ. റഹ്മാനും വഹീമുമായ നാഥ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പല നിലക്കും പല ശാരീരികമായ പ്രയാസമുള്ളവർ, സാമ്പത്തികമായ പ്രയാസമുള്ളവരൊക്കെ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശവും നീ പൂർത്തിയാക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അവിടുത്തെ ആ പൂമുഖം സ്വപ്നത്തിലും അല്ലാതെയും ഞങ്ങൾക്ക് നീ ഈ ലോകത്തും പരലോകത്തും നീ കാണിച്ചു തരണേ റഹ്മാനെ. റഹ്മാനും വഹീമുമായ നാഥ, ഞങ്ങൾ നീ നിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ അർഹം ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم فرج عن أمة محمد صلى الله عليه وسلم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا أبدا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا كبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء വാമലകൾ മനോഹാരിത തീർത്ത മലയാണ്മയുടെ മണ്ണിൽ മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണമായ അത്തിപ്പറ്റ ഫതുഹുൽ ഫതാഹിന്റെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മർഹൂം ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഒന്നാമത് ആണ്ട് നേർച്ചയ്ക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് നടന്ന ദുആ സമ്മേളനത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ചിറ്റകത്ത് മുസ്തഫ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹാദരണീയരായ സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, മറ്റ് ഉസ്താദുമാർ, ഇവിടെ എത്തിച്ചേർന്ന വിവിധ നാടുകളിൽ നിന്നും ഉസ്താദിൻ്റെ ഒന്നാം ഉറൂസിന് ഇവിടെ സന്നിഹിതരായ ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാർ, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒന്നാം ഉറൂസിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അത്തിപ്പറ്റ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 ദിവസമായി ഇവിടെ സംഘടിപ്പിച്ച ഈ ഉറൂസ് സംഗമത്തിൽ ഇനി ഒരു വർഷക്കാലം ഉസ്താദിൻ്റെ ജീവിത ചരിത്രം പറഞ്ഞാലും തീരാത്ത അത്ര ഒരു വലിയ മഹാനായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ഈ ഉറൂസ് സംഗമത്തിൽ പങ്കെടുത്ത് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച ഫതുഹുൽ ഫതാഹിന്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന് ഈ ഫതുഹുൽ ഫതാഹിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ നിങ്ങളെവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഷെയ്ഖുൽ ജാമിയ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ആമുഖ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി കൂരിയാട്, അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ MP അബ്ദുൽ സമദ് സമദാനി അവർക്കും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അവർക്കും അതുപോലെ ഈ വേദി ധന്യമാക്കിയ ജനപ്രതിനിധികൾക്കും അതുപോലെ ഇവിടെ പ്രഭാഷണം നടത്തിയ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ മലയാളത്തിലെ സൂഫിസം അത്തിപ്പറ്റ ഉസ്താദ് സമ്പൂർണ്ണ ജീവചരിത്രം എന്ന ബുക്ക് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ അഹമ്മദ് മൂപ്പൻ,
അതുപോലെ തന്നെ ഫത്തുൽ ഫത്താഹിന്റെ ജനറൽ സെക്രട്ടറി CP ഹംസ ഹാജി, അതുപോലെ ഈ ഫത്തുൽ ഫത്താഹിന്റെ വൈസ് പ്രസിഡന്റും ഈ ഫത്തുൽ ഫത്താഹിന്റെ എല്ലാവുമായ ഉസ്താദിന്റെ മകൻ അബ്ദുൽ വാഹിദ് ഫൈസി, മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ, അതുപോലെ തന്നെ ഫാറൂഖ് ഹുദവി പാലത്തിങ്ങൽ, അതുപോലെ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ മെഡിക്കൽ സൗകര്യങ്ങൾ ചെയ്തു തന്ന നടക്കാവ് ഹോസ്പിറ്റൽ, അതുപോലെ ഹോം കെയർ, വിക്കായ വളണ്ടിയർമാർ, നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും യുവജനങ്ങൾ സാമ്പത്തികമായി ശാരീരികമായും പ്രാർത്ഥന കൊണ്ടും ഈ പരിപാടി ധന്യമാക്കിയ മുഴുവൻ ആളുകൾക്കും, അതുപോലെ വഫിയ വിദ്യാർത്ഥികൾക്കും, ഈ പരിപാടി ലൈവായി ലോകമെങ്ങും എത്തിച്ച മീഡിയ വിങ്ങിനും, 4 ദിവസമായി ഇടവ് തടവില്ലാതെ അന്നദാനം നിർവഹിച്ച അത് പാകം ചെയ്ത സഹോദരന്മാർക്കും, അതുപോലെ സൗണ്ട് വർക്ക് ചെയ്ത് തന്നവർക്കും, അതുപോലെ ഈ പരിപാടിയിൽ ദുആ വസിയത്ത് ചെയ്തവർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.